ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മേമിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സാധാരണ അമ്മ എനിക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി തരാറുള്ളത് ചപ്പാത്തിക്ക് കുറുമ, അതായത് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത കുറുമയൊക്കെ ഉണ്ടല്ലോ, അതാണ്. പക്ഷേ മേമ ഉണ്ടാക്കും വൈറ്റ് കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കുറുമയ്ക്ക് എടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ പീസ് മസാല കടല വെള്ളത്തിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 10 കാഷ്യൂനട്ട് ഇടുക, 2 വെളുത്തുള്ളിയും 2 ഇഞ്ചിയും ഇടുക. എന്നിട്ട് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കുക. ഒരു എരിവിനനുസരിച്ച് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് പെരുംജീരകവും ഗ്രാമ്പും കൂടെ ചേർക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച പീസ് മസാല കടലയിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, കാരണം ആവശ്യത്തിനെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് കുറവുള്ളവർക്കും ഉണ്ടാവും, കൂടുതൽ വേണ്ടവരും ഉണ്ടാവും. അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടലയ്ക്ക് ഏകദേശം വേവാകുമ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ബീൻസ്, ക്യാരറ്റ്, ഇത് രണ്ടും ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ വെജിറ്റബിൾസിനും ഓരോ വേവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഓരോ ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോളിഫ്ലവർ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ആഡ് ചെയ്ത എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. വൈറ്റ് കുറുമ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പൊടികളും മസാലപ്പൊടികളും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളറാവും കിട്ടുക. അപ്പോൾ നമുക്ക് വൈറ്റ് കുറുമ കിട്ടാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അതാണ് ഇതിന് വൈറ്റ് കളർ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പൊടിയും മസാലകളും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. തേങ്ങ അരച്ച് ചേർത്തിട്ട് നന്നായി കുറുകി വരണം കേട്ടോ. അതുപോലെ നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഒരു ഫ്ലേവറിനാണ് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് താളിച്ചെടുക്കണം. അതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. 2 വറമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ താളിച്ച് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒന്നിൽ ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിലേക്ക് നമുക്ക് ഈ കുറുമ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഇതിലേക്ക് ആഡ് ചെയ്യും. എങ്ങനെയായാലും ഇത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് കുറുമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഈ അടച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ മണവും എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരാനാണ് കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ അടുത്ത് ഡിഷ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 2ൻ്റെ കൂടെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വൈറ്റ് കുറുമ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ പൂരിക്കും ചപ്പാത്തിക്കും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.